അതിൽ പ്രധാനമായി പറയുന്നത് എന്താണ്? നിത്യ അനിത്യ വസ്തു വിവേക. നിത്യം എന്താണ്, അനിത്യം എന്താണ്, നിത്യവസ്തു എന്താണ്, അനിത്യ വസ്തു എന്താണെന്നുള്ള വിവേകം. വിവേകം എന്ന് വെച്ചാൽ ഭേദജ്ഞാനം. നിത്യത്തെയും അനിത്യത്തെയും വേർതിരിച്ചുള്ള അറിവ്. അതാണ് നിത്യ അനിത്യ വസ്തു വിവേകം എന്ന് പറയുന്നത്. ഈ അറിവും നിത്യമായ പരബ്രഹ്മമാണ്, സത്യമായത് അതാണ്, ബാക്കിയുള്ളതെല്ലാം അനിത്യമാണ് എന്നുള്ള സാമാന്യ ജ്ഞാനമാണ് സാധന. ആ ജ്ഞാനത്തിന്റെ പൂർണ്ണത തന്നെയാണ് സിദ്ധി, സാധ്യം എന്ന് പറയുന്നത്. അപ്പൊ സാധകനിരിക്കുന്ന ജ്ഞാനം, അതിന്റെ പരിപക്വമായ അവസ്ഥ തന്നെയാണ് പൂർണ്ണമായ ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നത്. ഒരു സാധകന് ജ്ഞാനം ഉണ്ടാകുന്നു എന്താണ്? അയാളുടെ ജിജ്ഞാസ ഉണ്ടാകുന്നു, ശരിയായ അറിവിന് വേണ്ടിയുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അയാൾ മനസ്സിലാക്കുന്നു ഇതൊന്നും സത്യമല്ല, ഈ പ്രപഞ്ചം സത്യമല്ല, ഈ ശരീരം സത്യമല്ല, പ്രാപഞ്ചികമായ ഒന്നും തന്നെ സത്യമല്ല, പ്രപഞ്ചത്തിൽ നേടുന്ന സുഖം സത്യമല്ല, പ്രാപഞ്ചികമായ സ്വർഗം വരെയുള്ള സുഖം സത്യമല്ല. ഈ തരത്തിലുള്ള അറിവുണ്ടാകും. ഇതൊരു സാമാന്യ ജ്ഞാനം. സത്യമായിരിക്കുന്ന എന്താണ്? ആത്മവസ്തു മാത്രം, പരബ്രഹ്മം, ഈശ്വരൻ മാത്രം സത്യം. അപ്പൊ ഈശ്വരപ്രാപ്തിക്ക് ഉള്ള ആഗ്രഹം ഉണ്ടാകും. ആ ഈശ്വരപ്രാപ്തിക്ക് ഉള്ള ആഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിവേകം, അതിനാണ് നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്നത്. അയാളവിടെ പരിപൂർണ്ണ ജ്ഞാനിയാകുന്നില്ല, പക്ഷെ അയാളുടെ ജ്ഞാനമുണ്ട്. ഇത്രയും ബോധം ഉണ്ടായാലേ അയാൾക്ക് ശരിക്കുള്ള ജിജ്ഞാസ ഉണ്ടാവും. ജാനാതി ഇച്ഛതി യതതേ, ഇതൊരു ക്രമമാണ്. അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്ന മുമ്പിൽ ഇച്ഛ വേണം, ഇച്ഛയ്ക്ക് മുമ്പിൽ ജ്ഞാനം വേണം. ഏത് കാര്യത്തിനായാലും ശരി, ലൗകികമായാലും ശരി, ആത്മീയമായാലും ശരി. അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. ജാനാതി ഇച്ഛതി യതതേ. ആദ്യം അറിയുന്നു പരമാത്മ വസ്തുവിനെ കുറിച്ച്. എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ അറിയുന്നു. അപ്പോൾ അതിനെ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും. കാരണം അത് തന്റെ സ്വരൂപമാണ്, അത് വിസ്മരിച്ചതുപോലെ ഇരിക്കുകയാണ്. സ്വാഭാവികമായി ഇതിനെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകും, അതിനെ പ്രാപിക്കുന്നതിന് വേണ്ടി. അതാഗ്രഹം. പിന്നെ അതിന്റെ ഉപായങ്ങളെക്കുറിച്ച് ആരായുന്നു, അതാണ് പ്രവൃത്തി. ആ ഉപായങ്ങളിൽ പ്രവർത്തിക്കുന്നു. അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള ഈ ക്രമം അനുസരിച്ചാണ് മനുഷ്യൻ പ്രവൃത്തിയിലെത്തിച്ചേരുന്നത്. ഇതിനറിയാൻ എന്താണ് ഉപായം, എന്താണ് അതിന്റെ വാസ്തവ സ്വരൂപം, എങ്ങനെ അത് പ്രാപിക്കാം, ഈ തരത്തിലുള്ള അന്വേഷണങ്ങളും എല്ലാം പ്രവൃത്തിയുടെ ഭാഗമാണ്, ചിന്തകളും എല്ലാം. അങ്ങനെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാമാന്യ ജ്ഞാനം, അതാണ് നിത്യ അനിത്യ വസ്തു വിവേകം. ഇത് ഉള്ള ഒരു സാധകനാണ് ആത്മ അന്വേഷണത്തിൽ, ഈശ്വര അന്വേഷണത്തിൽ പ്രവർത്തിക്കുന്നത്. അയാൾ പ്രവർത്തിക്കുന്നത് അയാളുടെ സാഹചര്യങ്ങളും വാസനകളും അനുസരിച്ച് ഭിന്ന ഭിന്ന മാർഗങ്ങളിലായിരിക്കും. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളിന് ഇത്ര ഒരു യോഗ്യത ഉണ്ടായിരിക്കും. അദ്വൈത മതമനുസരിച്ച് സർവ്വജീവന്മാരും പ്രവർത്തിക്കുന്ന മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അല്ല സാധകന്മാർ മാത്രമല്ല, സർവ്വജീവന്റെയും സർവ്വപ്രവൃത്തികളും എന്താണ്? മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അത് ആത്മീയമെന്നോ ലൗകികമെന്നോ അവിടെ ഭേദമില്ല. ലൗകികമായ പ്രവൃത്തികളായാലും ശരി, മനുഷ്യൻ അറിയാൻ ആഗ്രഹിക്കുന്നു, നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്നു ഓരോന്നും. ഈ രണ്ട് പ്രവർത്തനങ്ങളും, അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഓരോന്നും നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം എന്താണ്? അവന്റെ സഹജമായി വരുന്ന പ്രവർത്തനങ്ങൾ കൂടി എല്ലാം ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെന്നാണ്. അതറിയാതെ പ്രവർത്തിക്കുമ്പോൾ അതിന് ലൗകികമെന്ന് നമ്മൾ പറയും, അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അതിന് ആത്മീയമെന്ന് പറയും. അതേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ മനുഷ്യനും ഈശ്വരനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് അലൗകികമായ ആധ്യാത്മികമായ അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ അവന്റെ ദൈനംദിന വ്യവഹാരങ്ങൾ, ചിന്ത, വാക്ക്, പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും
അവൻ ഈശ്വരനെ ആണ് അന്വേഷിക്കുന്നത്. ഇതിലെല്ലാം അവൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനെയാണ്. പക്ഷെ താൻ ഈശ്വരനെ അന്വേഷിക്കുന്നു എന്നുള്ള വിവരം അവൻ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവനെ ലൗകികനെന്ന് വിളിക്കുന്നു, ഭൗതികനെന്ന് പറയുന്നു. ഭൗതിക ചിന്തകനെന്നോ ഭൗതികവാദി എന്നൊക്കെ പറയുന്നു. ഇത് അദ്വൈത ചിന്ത അനുസരിച്ചാണ്. അവനും അന്വേഷിക്കുന്ന ഈശ്വരനെയാണ്. പക്ഷെ ബോധപൂർവമുള്ള പരിശ്രമത്തിന് നടത്തുന്നവർ നമ്മൾ പറയാം അവർ ആത്മീയവാദിയാണ്. അതാവും. അപ്പൊ ഭൗതികവും ആത്മീയവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ ലോലമാണ് അദ്വൈത ചിന്തയനുസരിച്ച്. ഇപ്പൊ സാമാന്യമായ ബോധം ഒരു ആത്മീയ അന്വേഷകൻ ഉണ്ടായിരിക്കും. നിത്യാനിത്യ വസ്തുവിവേകം. അല്ലെങ്കിൽ അവൻ അങ്ങോട്ടുള്ള ഒരു ശ്രദ്ധ വരത്തില്ല. ഭൗതികത്തെ ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം വരത്തില്ല. അത് സാമാന്യമായി വേണം. പിന്നെ അതിന്റെ വിശേഷമായ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി അവൻ പരിശ്രമിക്കുന്നു. അടുത്തു വരുന്ന എന്താണ്? ഇഹ അമുത്ര അർത്ഥ ഭോഗ വിരാഗ. ഇഹ എന്ന് വെച്ചാൽ ഈ ലോകം, അമുത്ര എന്ന് വെച്ചാൽ പരലോകം. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള വസ്തുക്കൾ, അതാണ് അർത്ഥം. ഇഹ അമുത്ര അർത്ഥം, വസ്തുക്കൾ. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള വസ്തുക്കൾ, അതിലുള്ള ഭോഗം. ഭോഗം എന്ന് പറഞ്ഞാൽ സുഖം അല്ലെങ്കിൽ ദുഃഖം, ഇതിന്റെ അനുഭവം. സുഖദുഃഖ അനുഭവത്തെയാണ് ഭോഗം എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. ഇതിലുള്ള വിരാഗം, വിരക്തി, ഉദാസീനത. വിരക്തി എന്ന് വെച്ചാൽ ഉദാസീനത, വിദ്വേഷമല്ല, താത്പര്യമില്ലായ്മ. അതാണ് ഇഹ അമുത്ര അർത്ഥ ഭോഗ വിരാഗം. ഈ ലോകത്തിലും പരലോകത്തിനുമുള്ള വിഷയങ്ങളിൽ സുഖദുഃഖ അനുഭവങ്ങൾ ളിലുള്ള ഉദാസീനത, താല്പര്യമില്ലായ്മ. ഇതാണ് ഇഹ അമുത്ര അർത്ഥ ഭോഗ വിരാഗം. ഇതും ഒരു സാധകന്റെ യോഗ്യതയാണ്. ഭൗതികവാദി, ഭൗതിക അന്വേഷകൻ തന്റെ അന്വേഷണം ഈശ്വരാന്വേഷണമാണെന്ന് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അയാൾക്ക് ഇഹ, ഈ ലോകത്തിലുള്ള സുഖത്തിൽ വിരക്തി വരുന്നില്ല. സുഖാനുഭവത്തിൽ അയാൾക്ക് വിരക്തി വരുന്നില്ല. താൻ അനുഭവിക്കുന്ന സുഖാനുഭവം ഈശ്വരീയമാണെന്നുള്ള ബോധം അയാൾക്ക് വരുന്നില്ല. എല്ലാ സുഖാനുഭവങ്ങളും ഈശ്വരീയമാണ്. സുഖം ഈശ്വരന്റെ സ്വരൂപമാണ്, ആനന്ദം ഈശ്വരന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് എല്ലാ സുഖാനുഭവങ്ങളും ഈശ്വരീയമാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നു? മായാകളങ്കിതമായിരിക്കുന്നു ആ സുഖങ്ങൾ. അതുകൊണ്ടാണ് സുഖം മനുഷ്യനെ തൃപ്തിപ്പെടുത്താത്തത്. മായ കൊണ്ട് അത് കളങ്കിതമായ സുഖങ്ങളാണ്, മായാ സംബന്ധമുള്ള സുഖങ്ങളാണ്, അജ്ഞാന സംബന്ധമുള്ള സുഖങ്ങളാണ്. അപ്പോ അതിനെ നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അതാണ് ഭൗതിക പ്രവർത്തനങ്ങളല്ല. അപ്പൊ ആ സുഖം പരിപൂർണമല്ല. ഈശ്വരീയമായിരിക്കുന്ന പരിപൂർണമായ സുഖം അതല്ല, അത് കളങ്കരഹിതമായ സുഖമാണ്. അങ്ങനെ ഒരു സുഖം ഉണ്ട് എന്നറിയുക, ആ സുഖത്തെ പ്രാപിക്കാൻ കഴിയും എന്നറിയുക, അതിന്റെ പ്രാപിക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ചറിയുക. അത് വരുമ്പോ ഈ ലോകത്തിലുള്ള സുഖങ്ങളിൽ താല്പര്യമില്ലാതെ താല്പര്യം കുറഞ്ഞു വരും. അതുപോലെ തന്നെ അതീന്ദ്രിയ സുഖത്തിലുള്ള ആഗ്രഹം, അതാണ് അമുത്ര, പരലോകത്തിലുള്ള സുഖം, അതീന്ദ്രിയ സുഖമാണ്. ഈ ലോകത്തിൽ കിട്ടുന്ന സുഖമല്ല, ഈ ലോകത്തെക്കാൾ വലിയ സുഖമാണെന്ന് പറയുന്നു. എന്ന ദുഃഖേന സംഭിന്ന നചഗ്രസ്തം
അനന്തരം അഭിലാഷോപനീതം ച തത്സുഖം സ്വപദാസ്പദം. സ്വർഗം എന്ന് പറയുന്നതിൽ സ്വപദം കൊണ്ട് പറയുന്ന സുഖം എന്താണ്? അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്ന ദുഃഖേന സംഭിന്നം. ഈ ലോകത്തിലെ സുഖങ്ങളിലെല്ലാം ദുഃഖത്തോട് കലർന്നിരിക്കുന്നു. സംഭിന്നം കലർന്നിരിക്കുന്നു. യത് ന ദുഃഖേന സംഭിന്നം. ഏതൊരു സുഖമാണോ ദുഃഖവുമായി കലർന്നിരിക്കാത്തത് സ്വർഗസുഖം. നജഗ്രസ്ഥം. ഇടയ്ക്കങ്ങ് മറഞ്ഞു പോവുക, വീണ്ടും ഉയർന്നു വരിക. സാധാരണ സുഖങ്ങളുടെ പ്രത്യേകതയാണ്. നല്ല സുഖം വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് മറഞ്ഞു പോകും, ഗ്രസ്ഥമാകുന്നു, വിഴുങ്ങപ്പെടുന്നു, മറ്റെന്തെങ്കിലും കൊണ്ട് മറയ്ക്കപ്പെടുന്നു. അങ്ങനെ മറയ്ക്കപ്പെടാത്ത സുഖം, അതാണ് സ്വർഗത്തിലെ സുഖം. അനന്തരം നൈരന്തര്യമുള്ള സുഖം. ലൗകിക സുഖങ്ങൾക്ക് നൈരന്തര്യമില്ല. കുറച്ച് സമയം അനുഭവിക്കുന്നു, കുറച്ച് സമയം അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നു. സ്വർഗസുഖം അങ്ങനെയല്ല, അത് നിരന്തരമാണ്. മീമാംസകർ സ്വർഗസുഖത്തെക്കുറിച്ച് പറയുന്ന ഇതാണ്. പൂർവ്വമീമാംസകർ എന്ന ദുഃഖേന സംഭിന്നം നചഗ്രസ്ഥം അനന്തരം അഭിലാഷോപനീതം ച. അവിടെ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കണം, ബാഹ്യമായ ഉപാധികളെ സ്വീകരിക്കണം. സ്വർഗസുഖത്തിന് അതിനാവശ്യമില്ല. അതെന്താണ്? അഭിലാഷോപനീതം. സങ്കല്പം കൊണ്ട് തന്നെ ആ സുഖം പ്രാപ്തമായിരിക്കുന്നു. സുഖം എന്ന് സങ്കല്പിക്കുമ്പോൾ സുഖം. ഇവിടെ സുഖമെന്ന് സങ്കല്പിച്ചാൽ സുഖമില്ല. അതിന്റെ ഉപായങ്ങളെ കണ്ടുപിടിച്ച് അനുഷ്ഠിച്ചാലേ സുഖം കിട്ടും. മധുരമുള്ളത് കഴിച്ചാലേ മധുരം കഴിക്കുന്നതിന്റെ സുഖം വരും. സങ്കല്പിച്ചാൽ മധുരം കഴിക്കുന്നതിന്റെ സുഖം കിട്ടത്തില്ല. അവിടെ അത് വേണ്ട. അവിടെ യാതൊരു ഉപകരണങ്ങളും ആവശ്യമില്ല, ഉപായങ്ങൾ ആവശ്യമില്ല, ഉപാധികൾ ആവശ്യമില്ല. അഭിലാഷോപനീതം. അവന്റെ സങ്കല്പത്തിനനുസരിച്ച് സുഖം വരുന്നു. തത്സുഖം അഭിലാഷ ഉപനീതം. തത്സുഖം, ആ സുഖത്തെയാണ് സ്വപദാസ്പദം, സ്വപദത്തിന്റെ അർത്ഥമായി പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നതിന് സ്വർ എന്ന് പറയുന്ന ശബ്ദം. അതുകൊണ്ട് പറയുന്നത് അങ്ങനെയുള്ള ഒരു സുഖമാണ്. ഇത് അതീന്ദ്രിയ സുഖമാണ്, ഇന്ദ്രിയ വേദ്യമല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വേദ്യമായ സുഖമല്ല. മരണശേഷം പ്രാപിക്കുന്ന ഒരു സുഖമാണ്. ജ്യോതിഷ്ഠോമാദി കർമ്മങ്ങൾ ചെയ്ത് സ്വർഗകാമനയുള്ളവന് മരണശേഷം കിട്ടുന്ന ഒരു സുഖമാണ് എന്നുള്ളതാണ് മീമാംസകർ പറയുന്നത്. ആ സുഖത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. ആ സുഖത്തിനും വിരക്തി ഉണ്ടാവണം. എന്തുകൊണ്ട്? ആ സുഖവും ഇത്രയെല്ലാം വിശേഷതകളുണ്ടെങ്കിലും ആ സുഖവും കാലം കൊണ്ട് ക്ഷയിച്ചു പോകുന്നതാണ്. കാലപരിച്ഛിന്നമാണ്. അത് കാലം കൊണ്ട് പരിമിതപ്പെടുത്തുന്നതാണ് ആ സുഖം. ദീർഘകാലം ഈ സ്വർഗീയ സുഖം അനുഭവിച്ച് ജീവന് കഴിയാമെങ്കിലും പുണ്യം ഏതുവരെ അനുവദിക്കുന്നോ അതുവരെ ഉള്ളൂ. ഈ സുഖത്തിന് കാരണമായിരിക്കുന്ന പുണ്യങ്ങൾ നശിക്കുമ്പോൾ ഈ സുഖത്തെ വിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. സുഖദുഃഖം രണ്ടും അനുഭവിക്കാം. അതുകൊണ്ടെന്താണ് സ്വർഗീയ സുഖവും നശിക്കുന്നതാണെന്നറിഞ്ഞിട്ട് അതിന് വിരക്തി ഉണ്ടാകുക, അതിന് താല്പര്യമില്ലാതെ വരിക, കർമ്മകാണ്ഡത്തിൽ പ്രവർത്തിക്കാതിരിക്കുക. അതാണ് അമുത്ര അർത്ഥ ഭോഗ വിരാഗം എന്ന് പറയുന്നത്. പരലോക സുഖ അനുഭവത്തിലുള്ള താല്പര്യമില്ലായ്മ. ഇഹലോക സുഖത്തെക്കാൾ എത്രയോ വലുതാണ് പരലോക സുഖം. അങ്ങനെയാണെങ്കിൽ കൂടിയും അതും ക്ഷയിക്കുന്നതാണ് എന്നുള്ള ബോധം കൊണ്ട് അതിൽ താല്പര്യമില്ലാതെ വരുന്നു. വീണ്ടും ഈ ഇഹലോക സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഇവിടെ വരേണ്ടി വരും. പക്ഷെ ഇതിൽ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോക സുഖത്തിൽ ആഗ്രഹം ഉണ്ടാകാറില്ല. കാരണം അതീന്ദ്രിയ ലോകത്തെക്കുറിച്ചും അതീന്ദ്രിയമായ അനുഭവത്തെക്കുറിച്ചും അതീന്ദ്രിയ സുഖത്തെക്കുറിച്ചും അതിന്റെ ഉപായങ്ങളെക്കുറിച്ചും അറിയുന്ന വളരെ സംസ്കൃത ചിത്തന് മാത്രമേ പരലോക സുഖത്തിൽ ആഗ്രഹം ഉണ്ടാവൂ. വേദമെല്ലാം അധ്യയനം ചെയ്ത് അങ്ങനെ ഒരു സുഖമുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നവനേ ആ സുഖത്തിൽ ആഗ്രഹം തോന്നുന്നു. സാധാരണ ജീവന്മാർക്ക്
ആഗ്രഹം പരലോക സുഖത്തിലല്ല, ഇഹലോക സുഖങ്ങളിലാണ്. അതിനാണ് താല്പര്യം ഉണ്ടാകുന്നത്. അതിനുള്ള വിരക്തിയാണ് ഇപ്പോൾ സാധാരണ ഒരു സാധകൻ ഉണ്ടാകേണ്ടത്. ഇഹലോക സുഖത്തിലുള്ള വിരക്തി, ഉദാസീനത, താല്പര്യമില്ലായ്മ. അതുണ്ടായാലേ വേദാന്ത വാക്യ ശ്രവണം കൊണ്ട് ഫലം ഉണ്ടാകത്തുള്ളൂ. അത് സാധകന്മാരിൽ വ്യത്യസ്തമായിരിക്കുന്നു. അത് പലതരത്തിൽ വേർതിരിച്ച് പറയുന്നുണ്ട്. യതമാനം, വ്യതിരേകം, ഏകേന്ദ്രിയം, വശീകാരം. പിന്നെ 4 തരത്തിൽ യോഗശാസ്ത്രത്തിനും മറ്റേ ഈ വിരക്തിയെ ഓരോ വ്യക്തിയിലും കാണുന്ന ഇതനുസരിച്ച് വേർതിരിച്ച് പറയുന്നുണ്ട്. യതമാനം എന്ന് പറയുന്നത് ഒരാൾക്കറിയാം ഈ സുഖം നശ്വരമാണ്, ക്ഷണികമാണ്, ഈ സുഖമല്ല, ഇതിലുപരിയായൊരു സുഖമുണ്ട് എന്നറിയുന്നു. അയാൾ ഈ സുഖങ്ങളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആഗ്രഹത്തിനനുസരിച്ച് ജ്ഞാനവും ഇച്ഛയുമുണ്ട്, ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതാണ് യതമാന വൈരാഗ്യം. അയാളുടെ ഉള്ളിൽ വിവേകമുണ്ട്, അറിവുണ്ട്, ഈ സുഖമൊന്നും ക്ഷണികമാണ്, ഇതൊന്നും ശാശ്വതമല്ല, ഈ സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കണം എന്നറിഞ്ഞാലും വാസനാപ്രേരിതനായി വീണ്ടും ഈ സുഖ അനുഭവത്തിന് വേണ്ടി പ്രവർത്തിച്ചു പോകുന്നു. ഇതാണ് യതമാന വൈരാഗ്യം. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഉദ്ദേശിക്കുന്ന തരത്തിൽ ഫലം ഉണ്ടാകുന്നില്ല. ഇത് സാധാരണ ആത്മീയ സാധകന്മാർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഒരു സുഖം വേണ്ട എന്ന് വയ്ക്കുന്നു, പക്ഷെ വീണ്ടും മനസ്സവിടേക്ക് പോകുന്നു, ആ സുഖത്തിൽ അവനെ പ്രേരിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. ഇത് ആ വിരക്തിയുടെ, വിരാഗത്തിന്റെ പ്രാരംഭ നില. അയാളുടെ മനസ്സിലിപ്പോൾ വിരാഗമില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അയാൾക്കറിയാം ഇതല്ല വേണ്ടതെന്ന്. പക്ഷെ എന്നാലും വാസനാപ്രേരിതനായി പ്രവർത്തിച്ചു പോകുന്നത് കൊണ്ട് അതിനെ യതമാന വൈരാഗ്യം എന്ന് പറയും. കുറച്ചുകൂടി അയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിവേകം, ശ്രദ്ധ, ഭക്തി ഇതെല്ലാം ഉപയോഗിച്ച് വ്യതിരേകം എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങളിൽ നിന്ന് അയാൾക്ക് പിന്മാറാൻ കഴിയുന്നു, ദൃഢവാസനയുള്ള വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല പരിശ്രമിച്ചാൽ. അയാൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ പരിശ്രമം അനുസരിച്ച് ചില വിഷയങ്ങളിൽ നിന്ന് അയാൾക്ക് വിരക്തി നേടാൻ കഴിയുന്നുണ്ട്, തന്നെ അധികം ബന്ധിക്കാത്ത വിഷയങ്ങളിൽ നിന്ന്. പക്ഷെ ചില വിഷയങ്ങളിൽ അയാളിൽ രൂഢമൂലമായിരിക്കുന്ന വാസനയുടെ ശക്തി കൊണ്ട് ചില വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയത്തില്ല. അതാണ് വ്യതിരേകം എന്ന് വെച്ചാൽ വേർതിരിഞ്ഞിരിക്കുന്നു, വേറിട്ട് നിൽക്കുന്നു വിരക്തി. അയാളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക സാധനങ്ങൾ എല്ലാം നിഷ്ഫലമായിക്കൊണ്ടേയിരിക്കും. വള്ളം കെട്ടിയിട്ടിട്ട് തുഴയുന്നത് പോലെയാണ്. വള്ളത്തെ ബന്ധിച്ചിട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ വളരെ ഊർജിതമായി തുഴഞ്ഞാലും വള്ളം വഞ്ചി തിരുനക്കരെ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയിലായിരിക്കും. അത് ഈ വ്യതിരേക വൈരാഗ്യമുള്ളവരാണ്. കുറച്ച് പ്രവർത്തിക്കണമെങ്കിൽ വൈരാഗ്യമുള്ളവനെ ഈ മാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. വൈരാഗ്യമില്ലാത്തവന് ആത്മീയ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. കുറെയെങ്കിലും അയാള് സുഖതൃഷ്ണയിൽ നിന്ന് വിട്ടുനിന്നാലേ പറ്റൂ. പക്ഷേ ബന്ധനം വളരെ ശക്തമാണെങ്കിൽ അയാളെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ തുഴഞ്ഞ് ചിലപ്പോൾ ഈ കയറങ്ങ് പൊട്ടും. ഈ തുഴച്ചിലിന്റെ ശക്തിയുണ്ട്, അത് സംഭവിക്കാം. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാം. ഇത് വ്യതിരേകം. പക്ഷെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവന് എന്തെങ്കിലും ഈ കയറ് പൊട്ടും. അതാണ് ഏകേന്ദ്രിയം എന്ന് പറയുന്ന അടുത്ത അവസ്ഥ. ഏകേന്ദ്രിയം എന്ന് പറയുമ്പോൾ അയാൾക്ക് ബാഹ്യമായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ മനസ്സിൽ ആഗ്രഹം സ്ഫുരിച്ചു നിൽക്കും, അല്ലെങ്കിൽ സുപ്തമായിരിക്കും, ഉറങ്ങിക്കിടക്കും. ഇതാണ് ഏകേന്ദ്രിയം. ബാഹ്യനായി അയാൾ വിരക്തനായിരിക്കും. അവസരം വന്നാൽ ചാടി വീഴും, സിംഹത്തെപ്പോലെ ഇരയെ കണ്ടുകഴിഞ്ഞാൽ ചാടി വീഴും. അതുപോലെ ആയിരിക്കും അയാൾ. വിരക്തി ബാഹ്യ നിയന്ത്രണത്തിലിരിക്കും. ബാഹ്യ നിയന്ത്രണം ഉണ്ടാകുന്നത്
വിവേകം കൊണ്ടാകാം, സാഹചര്യങ്ങൾ കൊണ്ടാകാം, ഭയന്നിട്ടാകാം, ഇങ്ങനെയെല്ലാം വരാം. സമൂഹത്തെ ഭയന്നിട്ട്, ഗുരുവിനെ ഭയന്നിട്ട്, കല്ല് കിട്ടുമെന്നുള്ള ഭയം കൊണ്ട് എല്ലാം എന്ത് ചെയ്യും, വിരക്തനായിരിക്കും. അപ്പൊ ഇത് അവിടെ എന്ത് ചെയ്യുന്നു, ബാഹ്യമായ നിയന്ത്രണം ഉണ്ടാകും. ഇത് വളരെ ഉയർന്ന അവസ്ഥയാണ്, മോശമായ അവസ്ഥയല്ല. പക്ഷെ ആന്തരികമായി ആഗ്രഹങ്ങൾ മനസ്സിൽ, തൃഷ്ണ മനസ്സിൽ സ്ഫുരിക്കും. അതിനെ ബാഹ്യമായി നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും എല്ലാ രീതിയിലും. സന്യാസിമാര്, ബ്രഹ്മചാരിമാരെന്നൊക്കെ പറയുന്നവർ ഈ അവസ്ഥയിലുള്ളവരാണ്. മറ്റുള്ളവരുടെ അടുത്ത് പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ എന്താണ് ഇത്? ഏകേന്ദ്രിയം മനസ്സിന് നിൽക്കുന്നു. ബാഹ്യമായി ആൾ പരിപൂർണനാണ്, ആന്തരികമായി അങ്ങനെയല്ല, ഏകേന്ദ്രിയം. ഇതും പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ട അവസ്ഥയാണ്. മനസ്സിൽ നിന്നും മുന്നോട്ട് പോകണം. പരം ദൃഷ്ട്വാ നിവർത്തതേ രസവർജം രസോപി അസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. രസവർജം എന്ന് പറയുന്ന അതാണ്. രസവർജം, രസോപി, രസം നിൽക്കുന്നു. വാസനാരൂപത്തിൽ ഉള്ളിലിരിക്കുന്നു, മനസ്സിലിരിക്കുന്നു. വിഷയാശ മനസ്സിലിരിക്കുന്നു. അതിന് രസം എന്ന് പറയുന്നു ഗീതയിൽ, സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ. രസോപി അസ്യ, ഇവന്റെ രസവും അതും പരം ദൃഷ്ട്വാ നിവർത്തതേ, ആ പരമാത്മ സാക്ഷാത്കാരത്തോടുകൂടി, അങ്ങനെ ആ പരമാത്മാവിനെ കുറിച്ചുള്ള ബോധം ദൃഢമാകുന്നതിനനുസരിച്ച് നിവർത്തിക്കുന്നു. അതാണ് പറയുന്നത് വശീകാരം എന്ന് പറയുന്ന അവസാനത്തെ സ്ഥിതി. വിവേകം ദൃഢമായി വരുമ്പോൾ, വാസനകൾ ക്ഷയിക്കുമ്പോൾ അവനിൽ സഹജമായി വരുന്നു, മുൻ അഭ്യാസങ്ങളുടെ ഫലമായി വരുന്നതാണ് വശീകാരം എന്ന് പറയുന്ന വൈരാഗ്യം. അവന് പിന്നീട് യാതൊന്നിനും ആഗ്രഹമില്ലാതെ വരുന്നു, ഭൗതികമായ യാതൊന്നിനും. ഭൗതികമായ സുഖങ്ങളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിഷയസുഖം അനുഭവിക്കുന്ന മാത്രമല്ല, മറ്റു തരത്തിലുള്ളതല്ല. എല്ലാ തരത്തിലുള്ള വാസനകളിലും അവന് വിരക്തി വരുന്നു. ലോകപ്രതിഷ്ഠ, പൂജാതി തുടങ്ങിയ വാസനകളിലെല്ലാം അവന് എല്ലാം അവന്റെ നിയന്ത്രണത്തിലായി തീരുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് വശീകാര സജ്ഞ എന്ന് പറയുന്നത്. അത് വളരെ പരിശ്രമം കൊണ്ട് നേടേണ്ടതും വിവേക ദാർഢ്യമനുസരിച്ച് കൈവരുന്നതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിരാഗം, ആ പൂർണ്ണമായ വിരാഗത്തിലെത്തിയതിനു ശേഷം ശ്രവണം, ആ പൂർണ്ണമായ വിരാഗത്തിലെത്തുമ്പോഴാണ് ജ്ഞാനവും പരിപൂർണമാകുന്നത്. അതിനു മുമ്പ് ചെയ്യുന്ന യതമാനം, വ്യതിരേകം, ഏകേന്ദ്രിയം എന്നുള്ള നിലകളിലെല്ലാം ചെയ്യുന്ന ശ്രവണാദി സാധനങ്ങൾ അതിൻ്റെതായ ഫലത്തെ ഉണ്ടാക്കുന്നു. പരോക്ഷമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു, അപരോക്ഷമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ല. വശീകാര വൈരാഗ്യവും അപരോക്ഷജ്ഞാനവും പരസ്പര പൂരകമായി നിൽക്കുന്നു. അപരോക്ഷജ്ഞാനിയും വശീകാര വൈരാഗ്യം, വശീകാര വൈരാഗ്യം ഉള്ളവനും അപരോക്ഷജ്ഞാനം, ഇത് രണ്ടും പൂർണ്ണമായി നിൽക്കുന്നു, പരസ്പര പൂരകങ്ങളായി നിൽക്കുന്നു. അതിനു മുമ്പ് പരോക്ഷജ്ഞാനത്തിന്റെ സഹായികളായി എല്ലാം നിൽക്കുന്നു. ഏകേന്ദ്രിയം, വ്യതിക എന്നെല്ലാം പറയുന്നതല്ല. അപ്പൊ ഇത്തരം ഒരു വൈരാഗ്യം എന്ന് പറയുന്ന സാധന, ഉദാസീനത, വിഷയങ്ങളിലുള്ള താല്പര്യമില്ലായ്മ, സുഖാനുഭവത്തിലുള്ള താല്പര്യമില്ലായ്മയും ഇവിടെ ഒരു യോഗ്യതയാണ്. അതും പല നിലവാരമനുസരിച്ചാണ്. നിത്യാനിത്യ വസ്തുവിവേകം, വിരാഗം, ഇതും പരസ്പര അപേക്ഷിതമാണ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിരിക്കുന്നു. ആദ്യം ഒന്നിനെ ആർജിച്ചതിന് ശേഷം വേറൊന്നും ആർജിക്കാൻ പറ്റത്തില്ല. ഒന്നിനോടൊപ്പം മറ്റൊന്നും വേണം. വിരാഗത്തോടനുസരിച്ച് വിവേകം വേണം, വിവേകത്തിനോട് ചേർന്ന് വിരാഗവും നിൽക്കണം.
ഇത് ഒന്നിച്ചൊന്നിച്ചാണ് മുന്നോട്ട് വൃദ്ധിയെ പ്രാപിക്കുന്നത്. അല്ല ഒന്നാദ്യം ഉണ്ടായി രണ്ടാമത് മറ്റൊന്നുണ്ടാകുക എന്നുള്ള രീതിയിലല്ല. പരസ്പര സാപേക്ഷങ്ങളായി ഒന്നിനെ ആശ്രയിച്ച് വേറൊന്ന് വളരുന്നു. ഒന്ന് കുറഞ്ഞാൽ മറ്റൊന്നും കുറയും. വിവേകം കുറഞ്ഞാൽ വൈരാഗ്യം കുറയും, വൈരാഗ്യം കുറഞ്ഞാൽ വിവേകം കുറയും.